ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചെന്നാരോപിച്ച് കോഴിക്കോട് ജില്ലയിൽ അക്രമ സമരം തീർത്ത് കോൺഗ്രസ്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ തമ്പടിച്ച കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും വരെ ആക്രമിച്ചു. ഇതിനിടെ പോലീസിനെതിരെ ഭീഷണിയുമായി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും രംഗത്തെത്തി. യുഡിഎഫിന്റെ ഈ രാഷ്ട്രീയ നാടകത്തിനെതിരെ സിപിഐഎമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. സമഗ്ര വിവരങ്ങളുമായി ചേതൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് കോഴിക്കോട് ജില്ലയിലുടനീളം UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ അക്രമ പരമ്പര തീർത്തത്. ഇന്ന് വൈകിട്ട് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഇത്തരത്തിൽ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഇരിച്ചെത്തുകയും വ്യാപകമായ അക്രമ പരമ്പരയിലേക്ക് നീങ്ങിയത്. പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അതുപോലെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഇതിൽ വനിതാ മാധ്യമപ്രവർത്തകയും ഉൾപ്പെടുന്നുണ്ട്. അവരുടെ മാധ്യമപ്രവർത്തകരുടെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങുക, അതുപോലെ തന്നെ അവരെ കയ്യേറ്റം ചെയ്യുക, അസഭ്യം പറയുക തുടങ്ങിയ വ്യാപകമായ അക്രമ പരമ്പരയ്ക്കാണ് ഇന്ന് പേരാമ്പ്ര നഗരം സാക്ഷ്യം വഹിച്ചത്. പേരാമ്പ്രയെ കലാപഭൂമിയാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സ്ഥലം MLAയും അതുപോലെ തന്നെ LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞു. പേരാമ്പ്രയിലെ സംഭവത്തിന് CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല. എന്താണ് വിഷയങ്ങൾ എന്ന് തിരക്കി പ്രശ്നം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം പ്രശ്നം മൂർച്ഛിപ്പിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചത്. ഇന്ന് വൈകിട്ട് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഇതിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇരിച്ചെത്തിയതും അക്രമ പരമ്പര നടത്തുന്നതും. ഇത്രയും അക്രമം നടത്തുമ്പോഴും UDF നേതാക്കൾ, പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ മൗനത്തിലായിരുന്നു. അവരുടെ മൗനാനുവാദത്തിലായിരുന്നു ഇത്തരത്തിലൊരു വ്യാപകമായ കയ്യേറ്റ ശ്രമങ്ങളും അക്രമ പരമ്പരകളും ഉണ്ടാവുന്നത്. ഇതിനിടെ ഇന്ന് ഉച്ചയോടുകൂടി ഷാഫി പറമ്പിലിനെ കോഴിക്കോട് ആശുപത്രിയിൽ വെച്ച് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരെ KC വേണുഗോപാൽ കാണുകയുണ്ടായി. വളരെ ഭീഷണി നിറഞ്ഞ ഒരു ശരീരഭാഷയായിരുന്നു ഇന്ന് KC വേണുഗോപാലിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായും പോലീസിനെതിരെയായിരുന്നു KC വേണുഗോപാലിന്റെ വാക്കുകൾ. ഇന്നലെ പേരാമ്പ്രയിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരുടെയും ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ടെന്നും ഇവരുടെയൊക്കെ തങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് ഇന്ന് KC വേണുഗോപാൽ നടത്തിയ ഭീഷണിയുടെ പരാമർശം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യം ഞാൻ പറയാം. പോലീസിന് നിയമം നടപ്പിലാക്കലാണ് ജോലി. നിയമം നടപ്പിലാക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് ജോലി ചെയ്യാൻ നിലക്കെട്ടാൽ, അതും ഉത്തരവാദപ്പെട്ട UDF നേതാക്കന്മാരെ, പാർലമെൻറ്റ് മെമ്പർമാരെയൊക്കെ തന്നെ അടിക്കാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ, ഞാൻ രാവിലെ കണ്ണൂർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് ഞങ്ങൾ എടുത്തു വെക്കും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കേണ്ട ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകാമെന്ന്. ഇന്ന് രാവിലെ കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഉപരോധ സമരം എന്ന പേരിൽ അക്രമ സമരം UDF പ്രവർത്തകർ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മണിക്കൂറുകളോളം ഇവിടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ഗതാഗത കുരുക്ക് ഉണ്ടാക്കുകയും ചെയ്തു. നിരവധി യാത്രക്കാർ ഇതുമൂലം ദുരിതം അനുഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ കുളം കലക്കി മീൻ പിടിക്കുക, അതായത് നാടിൻ്റെ ക്രമസമാധാനം തകർത്ത് അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് UDF ക്യാമ്പ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഭദ്ര.